യുദ്ധമുണ്ടാകുന്നതിന് മുൻപ് യുദ്ധത്തെ എങ്ങനെ നേരിടണമെന്നും എന്തൊക്കെ മുൻകരുതലുകൾ വേണമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് മെയ് 7-ന് 4 മണിക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ യുദ്ധസജ്ജമായി തന്നെ ഇന്ത്യ തുടരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1971-ലായിരുന്നു ഇന്ത്യ പാക് യുദ്ധത്തിന് മുന്നേ ഇതിനു മുൻപുള്ള മോക്ക് ഡ്രിൽ നടന്നത്. അതത് ജില്ലയിലെ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ആംബുലൻസുകളും ഹോസ്പിറ്റലുകളും സജ്ജമാക്കുകയും ചെയ്യും. മോക്ക് ഡ്രിൽ നടത്തുന്നത് ഇങ്ങനെ: പൊതുസ്ഥലങ്ങളിൽ എമർജൻസി സൈറൻ മുഴക്കും. യുദ്ധമുണ്ടായാൽ വ്യോമാക്രമണ സാധ്യത അറിയിക്കാനാണ് ഈ സൈറൻ മുഴക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ ആ സമയത്ത് മാറേണ്ടതായിട്ടുണ്ട്. സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു ബോധവൽക്കരണമാണ് ഇതെന്ന് നമുക്ക് പറയാൻ കഴിയും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവർക്കും പ്രതിരോധങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനം വിലയിരുത്തുന്നതിനും പോരായ്മകൾ പരിഹരിക്കാനുമാണ് ഈ ഒരു മോക്ക് ഡ്രിൽ നടത്തുന്നത്.